ഇത്രയൊക്കെ അറിഞ്ഞിട്ടും കണ്ടിട്ടും കൊണ്ടിട്ടും ലെവളുമാർ പഠിക്കുന്നില്ലല്ലോ. കുറേ എണ്ണത്തിനെ ഒരുമിച്ച് പ്രേമിച്ച് മതം മാറ്റി നിക്കാഹ് ചെയ്ത് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും അയച്ചു. വേറെ കുറേ എണ്ണത്തിനെ IS ഭീകരന്മാരുടെ ലൈംഗിക അടിമകളും വെപ്പാട്ടികളുമാക്കി. ചിലർ അമേരിക്കയുടെ ബോംബിങ്ങിൽ തീർന്നപ്പോൾ കുറച്ചെണ്ണം ജയിലിലും കിടക്കുന്നു. വേറെ ചിലർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ പല ഭാര്യമാരിൽ ഒരുവളായി കഴിയാനുള്ള യോഗവും ഉണ്ടായി. ഇപ്പോഴും കൊഴിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ കണ്ണ് കാട്ടുമ്പോഴേക്കും എന്തെങ്കിലും സമ്മാനം കൊടുക്കുമ്പോഴേക്കും ഇറങ്ങിത്തിരിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പെൺകുട്ടികൾ. 12 വർഷം വേദപാഠം പഠിച്ചിട്ടും ധ്യാനങ്ങൾ കൂടിയിട്ടും ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ കഴിയാത്ത തലമുറയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കുന്നില്ല, പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുന്നില്ല, തിരുത്തേണ്ടവർ തിരുത്തുന്നില്ല. ഇനി പറഞ്ഞു കൊടുത്താൽ തന്നെ തലയിൽ കയറുന്നുമില്ല. അതിനിടയിൽ മതസൗഹാർദ്ദക്കാരും കൂടിയാകുമ്പോൾ സംഗതി ജോർ. എന്തുകൊണ്ട് ക്രൈസ്തവ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് കത്തോലിക്ക കുട്ടികൾ ഇങ്ങനെ ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു? ജനിച്ച വീടിനെയും അപ്പനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും ഉപേക്ഷിച്ച് പ്ലാവില കാണിക്കുന്ന അറവുകാരൻ്റെ പുറകെ പോകുന്ന ആട്ടിൻകുട്ടികളെ പോലെ ഇവർ ഇറങ്ങിപ്പോകുന്നത്. ഈ വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ചയ്ക്കെടുത്തു. ആദ്യം ഹലാൽ എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് നിഷിദ്ധമാണ് എന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഏറെ ആക്രമണങ്ങൾക്കിരയായ ഫാദർ ആന്റണി തറക്കടവിലിൻ്റെ വാക്കുകളിലേക്ക്. ഇത് സൂചനയല്ല, ഇത് ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ചില അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുന്ന ചില അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം മുമ്പ് ഇവിടെ ഡോക്ടർ ജോസൂട്ടി സൂചിപ്പിച്ചതുപോലെ ഇത് ഇബ്ൻ തൈമിയ മുതൽ പിന്നെ മൗദൂദി വന്ന് ഇവിടെ വന്ന് ഇവര് ടോട്ടൽ റിട്ടേൺ ടു ദ സോഴ്സസ് എന്നുള്ള ആശയം അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഹിജാബ് വിഷയമായാലും ഹലാൽ വിഷയമായാലും എല്ലാം ഈ പോപ്പുലേഷൻ ജിഹാദിന്റെ ഭാഗമായിട്ടുള്ളത് എല്ലാം അതിന്റെ വെറും ചെറിയ അടയാളങ്ങൾ മാത്രമാണ്. അതിനെക്കുറിച്ച് ഒട്ടും നമ്മൾ അവെയർ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. നമ്മുടെ സംവിധാനം, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ, തുറവി എന്നത് എന്തോ ഒരു പുണ്യമാണെന്നുള്ളൊരു ധാരണയിൽ എല്ലാം ഇങ്ങനെ തുറന്നിട്ടു. ആളുകളെല്ലാം നമ്മുടെ ചുറ്റും നമ്മുടെ കുടുംബങ്ങളിലും കയറി നമ്മുടെ പള്ളികളിൽ വേദപാഠം കഴിഞ്ഞു പോകുന്ന പിള്ളേരെ ആക്രമിച്ചു തുടങ്ങി, അല്ലെങ്കിൽ പള്ളിയുടെ വാതിൽ കയറി തുടങ്ങി. ഇങ്ങനെയുള്ളത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി മുമ്പിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് അല്ലാതെ വേറെ സൊല്യൂഷൻ ഒന്നും ഇതിനുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മൾ വലിയൊരു പ്രശ്നത്തിന് നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ല. ഇന്നിപ്പോ ഒരു ഇടവകയിൽ സംസാരിച്ചാൽ അതിനകത്തുള്ള ഒരു കുറച്ചു പേര് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ ജനങ്ങൾക്ക്, അത് മാതാപിതാക്കൾക്കോ മക്കൾക്കോ ധാരണയില്ല. രണ്ട്, നമ്മൾ തന്നെ വാസ്തവത്തിൽ ഇപ്പൊ വേദപാഠ കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നവീകരിച്ച് കഴിയേണ്ട കാലം എന്നേ കഴിഞ്ഞതാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും എത്തിപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഒരു നോൺ ക്ലാരിറ്റി, വിശ്വാസപരമായ കാര്യങ്ങളിൽ നേതൃത്വ സ്ഥാനത്ത് പോലും നോൺ ക്ലാരിറ്റി നിലനിൽക്കുന്നു. ആ നോൺ ക്ലാരിറ്റി കൃത്യതയില്ലായ്മ മാതാപിതാക്കളുടെ മനസ്സിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു കൃത്യതയും മക്കൾക്കും ഇല്ലാതിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ വളരെ വ്യക്തമായി ക്രിസ്തു ആരാണ്, ചരിത്രം ആരാണ്, അതുപോലെ ഇവരുടെ പ്രവാചകൻ ആരാണ്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നൊക്കെ കൃത്യമായി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു പോയി എന്നതാണ് യാഥാർത്ഥ്യം. ദൈവവചനം വേണ്ട വിധത്തിൽ പഠിപ്പിക്കുകയോ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനോ സാധിക്കാതെ പോകുന്ന സഭയുടെ കാലഹരണപ്പെട്ട മതബോധന സംവിധാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. കുറഞ്ഞത് യേശു ക്രിസ്തു ഏക സത്യദൈവമെന്ന അടിസ്ഥാന വിശ്വാസമെങ്കിലും പകർന്നു കൊടുക്കുന്നതിൽ ഉത്സുകരായിരിക്കണം സഭാ നേതൃത്വം. അവിടെ സഭ നിശബ്ദമായിരുന്നാൽ ഇതുപോലെയുള്ള കൊഴിഞ്ഞുപോക്കുകൾ ഇനിയും തുടരും. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പെന്തക്കോസ്തൽ ബ്രദറൻ സഭകളിൽ നിന്നും ഇതുപോലെയുള്ള പെൺകുട്ടികൾ പോയിട്ടില്ല എന്നതും പഠന വിഷയമാക്കേണ്ടതാണ്. കത്തോലിക്ക കുട്ടികളുടെയും അടുത്ത് പോയിട്ട് 1ാം ക്ലാസ് തൊട്ട് +2 വരെയോ, ഇനി +2 കഴിഞ്ഞ് ഡിഗ്രി കാറ്റഗിസം ഉള്ള സ്ഥലങ്ങളിൽ അവിടെയോ ഉള്ള കുട്ടികളോട് ചെന്നിട്ട് ആരാണ് യേശു ക്രിസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ പഠിപ്പിക്കുന്ന ഉത്തരം കിട്ടുന്ന പറയാൻ ധൈര്യമുള്ള എത്ര കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് യേശു എന്ന്.
ആരാണ് ത്രിത്വൈക ദൈവം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായതിനെ നമ്മൾ എത്ര പേര് കാണിച്ചു കൊടുക്കുന്നുണ്ട്? ഇതൊന്നുമില്ല നമ്മുടെ കുട്ടികൾക്ക്. ഇവരുടെ മുമ്പിലേക്ക് ഇത്തരം ചോദ്യങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ 90% കുട്ടികൾ, ഞാൻ എന്തായാലും കുഞ്ഞുങ്ങളെ കാണുന്നതാ, 600 ചില്ലാനും കുട്ടികളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും, ഒരു ബോധ്യമില്ലാത്ത കുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നത്. അതേസമയം ഏതെങ്കിലും തിയോളജി, ദൈവശാസ്ത്രപരമായ എന്തെങ്കിലും കാര്യം കാറ്റഗിസം ടെസ്റ്റിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. പക്ഷെ ക്രിസ്തു ആരാ? നമ്മുടെ അടിസ്ഥാന ചോദ്യം അതല്ലേ. ആരാ ക്രിസ്തു? അവൻ എനിക്ക് ആരാണ്? അവൻ നമുക്കാരാണ്? ആരാണ് സഭ? ഞാൻ സഭയാകുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഞാൻ സഭയാണെന്ന് പറയുന്നത്? സഭ എന്ന വികാരം എന്താണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എത്ര പേര് പറയും? അത് പറയത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ക്രിസ്തുവിനെ അവർ കൂടെ കൊണ്ടു നടക്കാത്തത്. അതുകൊണ്ടാണ് അവര് സഭയുടെ കൂടെ നിൽക്കാത്തത്. നമ്മുടെ കാറ്റഗിസം സൺഡേ സ്കൂളുകളിൽ നിന്ന് സ്കോളർഷിപ്പ് ഒക്കെ വാങ്ങി പഠിച്ച് പുറത്തു പോയി SMCC അവാർഡൊക്കെ മേടിച്ച് പുറത്തു പോയി ഈ പറയുന്ന കെണികളിൽ പെട്ട് തിരിച്ചു വന്ന് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടപ്പോഴും അവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, എന്റെ ദൈവമാരാ? സാറേ എനിക്കൊന്ന് പറഞ്ഞതാ, യേശു ക്രിസ്തു ആണ് എന്റെ ദൈവം. യേശു ക്രിസ്തു എങ്ങനെ എന്റെ ദൈവം ആവുന്നത്? അവൻ എങ്ങനെ ഏകരക്ഷകനാവുന്നത്? ഇത് പറഞ്ഞു കൊടുക്കാൻ, ഇത് പറയാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്തവര് വലിയ റാങ്കുകളും സ്കോളർഷിപ്പുകളും ഒക്കെ വാങ്ങി പോവുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവർ അങ്ങനെയുള്ളവരാണ്. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പോകുന്നുണ്ടാകാം, പക്ഷെ ആഴമേറിയ ബോധ്യങ്ങൾ അവരിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല. അതാണ് പ്രശ്നം. അതായത് ദൈവവചനം അവരിലേക്ക് ചെല്ലുന്നില്ല. ഇതിനെ ദൈവവചനം നമ്മൾ ലോഗോസ് ക്വിസ് നടത്തുന്നുണ്ട്. എത്രാമത്തെ പേജിലാണ് കിടക്കുന്നത്, എത്രാമത്തെ പാരഗ്രാഫിലാണ് കിടക്കുന്നത്, ഏത് ഖണ്ഡികയിലാണ് കിടക്കുന്നത്, അതല്ല ചോദിക്കുന്നത്. ദൈവവചനം ക്രിസ്തു വായിച്ച് ക്രിസ്തു സായത്തകമാക്കി ക്രിസ്തു സാത്താനെ തോൽപ്പിക്കാൻ ഉപയോഗിച്ച ദൈവത്തിന്റെ വചനം ഉണ്ടല്ലോ. സങ്കീർത്തനങ്ങളെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കയറുന്നുണ്ടോ? അതേസമയം പെന്തക്കോസ്ത് സഹോദരങ്ങളുടെ അവരുടെ മക്കളിലേക്ക് ഒന്ന് ചെന്ന് നോക്കിക്കേ. അവരെല്ലാം ദൈവവചനത്തിലാഴപ്പെട്ട ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ലോഗോസ് ഏതെങ്കിലും സമയത്ത് റേമയായി മാറ്റപ്പെടും. വാസ്തവത്തിൽ പെൺകുട്ടികൾ മാത്രമാണോ ഇവിടെ പ്രതികൾ? മയക്കുമരുന്ന് മുതൽ ആഭിചാരം വരെ എടുത്ത് ഉപയോഗിക്കുന്നവരുടെ ചതിക്കണികളിൽ പാവം പെൺകുട്ടികൾ വീണുപോകുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന മഹാവിപത്ത് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുവാനുള്ള സാഹചര്യമുണ്ടായാൽ തങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്ന ആശങ്കയും ഗത്യന്തരമില്ലാതെ ഈ നരകജീവിതം തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചു വന്നാൽ അവരെ സ്വീകരിക്കാനും സംരക്ഷിക്കുവാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ വ്യക്തമാക്കുകയാണ്. പോയ അനേക കുട്ടികളെ 5 വർഷമായവര് 6 വർഷമായവര് മതം സ്വീകരിച്ചവരെ പോലും തിരിച്ചു കൊണ്ടുവരാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, ഞാനൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി മാത്രമേ ഉള്ളൂ. നിന്നെ കെട്ടിപ്പിടിക്കാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നെ താലോലിക്കാൻ ഒരു കർത്താവ് കാത്തിരിക്കുന്നുണ്ട് മക്കളെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കണ്ണീര് പൊഴിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ തിരിച്ചു വരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള കുട്ടികൾക്ക് മുമ്പിൽ നമ്മൾ എന്തു സൊല്യൂഷനാണ് മുമ്പിൽ വെക്കുക? അങ്ങനെ നമ്മൾ തുറന്നിട്ട വാതിലുകൾ എവിടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക? അങ്ങനെ സംവിധാനം ഈ സമൂഹത്തിൽ ഉണ്ടോ, നമ്മളുടെ ഇടയിൽ ഉണ്ടോ? അങ്ങനെ എന്നെ കാണിച്ചു കൊടുത്തു. തീർച്ചയായും അഡ്വക്കേറ്റ് ജസ്റ്റിൻ മാത്രം മതി പോരല്ലോ, അത്രയും അനേകം നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? അതിനെന്താണ് അങ്ങയുടെ നിർദ്ദേശം? നിതിൻ, നമുക്ക് ധാരാളം സെന്ററുകളുണ്ട്. ആ സെന്ററുകളെല്ലാം പൊതുമധ്യത്തിൽ നമുക്ക് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ടാർഗറ്റ് ചെയ്യപ്പെടും. ആ സെന്ററുകള് ഇതുപോലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കിയ വ്യക്തികളും സ്ഥാപനങ്ങളും ആ പ്രസ്ഥാനങ്ങളും എല്ലാം നോട്ട് ചെയ്യപ്പെടും, അവര് ടാർഗറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് അതൊന്നും സംവിധാനങ്ങൾ ഉണ്ട് എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായിട്ടും നമുക്കുണ്ട്. ഇത് കേൾക്കുന്ന മാതാപിതാക്കന്മാര് തീർച്ചയായിട്ടും ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ആ കുഞ്ഞുങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് അവരെ പരിപാലിക്കാൻ പറ്റുന്ന സെന്ററുകൾ നമുക്കുണ്ട്. യാതൊരു തർക്കവും വേണ്ട. അവരെ വേണ്ട രീതിയിൽ റിഹാബിലിറ്റേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ കല്യാണം കഴിപ്പിച്ചു വിടാനും അവർക്ക് വേണ്ടുന്ന ജീവിത മാർഗങ്ങൾ ഒരുക്കി കൊടുക്കാനും പറ്റുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതിനോർത്ത് ആരും പേടിക്കേണ്ട. അതിന്റെ പേരിൽ ആരും തിരിച്ചു വരാതിരിക്കേണ്ട. നമുക്കുണ്ട്. ധൈര്യപൂർവ്വം കോൺടാക്ട് ചെയ്യാം. അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ധാരാളം സ്ഥലങ്ങൾ നമുക്കുണ്ട്. ഒത്തിരിയേറെ പേര് പുതിയ സപ്പോർട്ടുമായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് ഇതിന്. ഒപ്പം തന്നെ ക്രൈസ്തവരായ ആൺകുട്ടികളും കാലത്തിനനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു. ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കാൻ കെൽപ്പുള്ളവരായി അവർ വളരണം. കോട്ടയം കടുത്തുരുത്തിയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കഴിഞ്ഞിരുന്ന കുറച്ച് ചെറുപ്പക്കാർ 1-2 ആഴ്ചകൾക്ക് മുമ്പ് അറസ്റ്റിലായത്
ദീപിക പത്രത്തിലാണ് ആദ്യം വാർത്തയായത്. ആ വാർത്തയുടെ കൃത്യമായ ഫോളോ അപ്പ് വാർത്തകളും നൽകാൻ ദീപിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും സുപ്രധാനമായ വാർത്ത പുറത്തു വന്നിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വിഷയം വാർത്തയാക്കാനോ ചർച്ച നടത്താനോ തയ്യാറാകുന്നില്ല എന്നതും കേരളത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മൊബൈലുകൾ ഉപയോഗിച്ച് സൗഹൃദം സ്ഥാപിക്കുന്ന സംഘം പെൺകുട്ടികളുമായി പലയിടത്തും കറങ്ങി നടക്കുകയും പിന്നീട് പ്രലോഭിപ്പിച്ചും സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമായിരുന്നു. സംഘാംഗങ്ങൾ പരസ്പരം സഹകരിച്ചാണ് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിക്കൊണ്ടിരുന്നത്. അറസ്റ്റിലായവരെ കുറിച്ചുള്ള അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ ബാംഗ്ലൂരിലെ ചില അധോലോക സംഘങ്ങളുമായി അവർക്ക് ബന്ധമുണ്ടെന്നും മയക്കുമരുന്ന് കച്ചവടത്തിലെ കണ്ണികളാണ് അവരെന്നുമൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കടുത്തുരുത്തി. അങ്ങ് മലബാറിൽ നിന്നും ഈ ഗ്രാമം ലക്ഷ്യം വെച്ചെത്തുന്ന യുവാക്കൾക്ക് പിന്നിൽ ആരുമില്ലെന്നാണോ മതേതരക്കാർ ചിന്തിക്കുന്നത്? ലോഡ്ജുകളിൽ ക്യാമ്പ് ചെയ്ത് സംഘം ലക്ഷ്യമിട്ടത് ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ്. കടുത്തുരുത്തി പള്ളിയുടെയും സൺഡേ സ്കൂളിൻ്റെയും പരിസരത്ത് വരെ പ്രണയക്കണിക്കാര് കെണിയൊരുക്കി. എന്നിട്ടും ക്രൈസ്തവർക്ക് നേരം വെളുത്തിട്ടില്ല. കോട്ടയം ജില്ലയിലെ തന്നെ മണിമല എന്ന പ്രദേശത്തും സമാന രീതിയിൽ പ്രണയക്കണികൾ ആവർത്തിക്കുകയുണ്ടായി. മലബാറിൽ നിന്നുള്ള ചില മുസ്ലിം ചെറുപ്പക്കാർ മണിമല പോലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ കട തുടങ്ങിയിരുന്നു. മൊബൈൽ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന നമ്പറിൽ വിളിച്ച് ഓൺലൈൻ ക്ലാസ്സിനായി ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ മോതിരം മാറിയത് കണ്ട് സംശയം തോന്നിയ അമ്മ അന്വേഷിച്ചപ്പോഴാണ് 2 വർഷമായി മൊബൈൽ കടക്കാരനുമായി അടുപ്പത്തിലാണെന്നും മോതിരം മാറ്റം കഴിഞ്ഞുവെന്നും അവരറിയുന്നത്. അമ്മ കടയിൽ ചെന്ന് ബഹളം വെച്ചപ്പോൾ നിങ്ങളുടെ മകൾ കൂടി അറിഞ്ഞിട്ടാണ് മോതിരം മാറ്റം നടത്തിയത്, പുറത്തറിഞ്ഞാൽ നിങ്ങളുടെ മകൾക്കാണ് പ്രശ്നം എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. മൊബൈൽ കടക്കാരൻ കൊടുത്ത മോതിരം തിരിച്ചു കൊടുത്ത് പെൺകുട്ടിയുടെ മോതിരം വാങ്ങി അമ്മ പോയതിനെക്കുറിച്ച് അറിഞ്ഞ നാട്ടുകാർ മൊബൈൽ കട നടത്തിയിരുന്നവരെ കൈകാര്യം ചെയ്തതോടെ കടയും പൂട്ടി സ്ഥലം കാലിയാക്കി. മലബാറിലുള്ളവർക്ക് കോട്ടയം ജില്ലയിലെ ഗ്രാമങ്ങളിൽ കടകൾ തുറക്കാൻ വേണ്ട നെറ്റ്വർക്കുകളുണ്ട്. എന്താണ് അവരുടെ ലക്ഷ്യം? കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കുകയോ അതോ മതം വളർത്തുകയോ? റംസാൻ വന്നു. രാഷ്ട്രീയക്കാർ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാണ്. അതവർക്ക് ഒരു സമുദായത്തെ പ്രീണിപ്പിച്ച് വോട്ട് കിട്ടാനുള്ള തന്ത്രം. എന്നാൽ ക്രിസ്തുമസും ഈസ്റ്ററും ആഘോഷിക്കുന്നതിനേക്കാൾ ഇഫ്താർ വിരുന്ന് നടത്തുന്നതിൻ്റെ ആവേശത്തിലാണ് കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ. നേതൃത്വ നിരയിലുള്ളവരാകട്ടെ എവിടെയെല്ലാം ഇഫ്താർ പാർട്ടികൾക്ക് പോകണം എന്ന ആശങ്കയിലും തത്രപ്പാടിലുമാണ്. ഹലാൽ ഭക്ഷണം മാത്രമേ ഇഫ്താർ സദ്യകളിൽ വിളമ്പാറുള്ളൂ. ഹലാൽ എന്നാൽ അനുവദനീയമെന്നാണ്. എന്നാൽ അതാർക്ക്? ഇസ്ലാം നിയമം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം. ഇസ്ലാമിക പ്രാർത്ഥനകൾ ഉരുവിട്ട് അവരുടെ നിയമപ്രകാരം തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഹലാല്. കപട മതസൗഹാർദ്ദത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് വിശ്വാസത്തെ ലഘൂകരിക്കുന്നത് ശരിയാണോ? അതിനാൽ വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മസ്ഥിതിയെ വരെ അപകടപ്പെടുത്തുവാനുള്ള ഏർപ്പാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. മെത്രാന്മാരും വൈദികരും സന്യസ്തരും ഒന്നും വിശ്വാസികളെ സഭയിൽ നിന്ന് അകറ്റുന്ന ഉപകരണങ്ങളാകരുത്, മറിച്ച് അടുപ്പിക്കുന്നവരാകണം. അതും ഇതും ഒന്നാണ്, നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണ് എന്നെല്ലാം പറഞ്ഞ് ക്രൈസ്തവ പെൺകുട്ടികൾ തട്ടിയെടുക്കപ്പെടുമ്പോൾ
അതും ഇതും വ്യത്യസ്തമാണ് എന്നെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിയണ്ടേ? ഇതര മത നേതാക്കളെ സുഖിപ്പിച്ചും പ്രീണിപ്പിച്ചും പോവുകയല്ല ചെയ്യേണ്ടത്. അവരെ സ്നേഹിക്കുമ്പോഴും കരുതുമ്പോഴും അവരും ക്രൈസ്തവരും തമ്മിലുള്ള വൈജാത്യം കാണുന്നവർക്ക് മനസ്സിലാകണം. ഉതപ്പുണ്ടാക്കരുത്. അവരുടെ ആഘോഷങ്ങൾ അവർ നന്നായി ആഘോഷിക്കട്ടെ. ക്രിസ്മസിൻ്റെയോ ഈസ്റ്ററിൻ്റെയോ ആചാര അനുഷ്ഠാനങ്ങളിൽ അവർ പങ്കുചേരാനും വരാറില്ലല്ലോ. ഇഫ്താർ വിരുന്നുകളെ ക്രൈസ്തവർ എങ്ങനെ കാണണമെന്നതിനെക്കുറിച്ച് ആന്റണി തറേക്കടവിലച്ചൻ പറയുന്നത് ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണ് ഇഫ്താർ വിരുന്ന്? അത് ഒരു മതാചാരമാണ്. അവരുടെ വിശ്വാസവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒരാചാരം. ഖുറാനായിരിക്കണം സാമൂഹിക ജീവിതത്തിനും നീതിപാലനത്തിനും അടിസ്ഥാനമെന്ന വിശ്വാസം പ്രഘോഷിക്കുന്ന ആചാരം. മുഹമ്മദാണ് അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് മുഹമ്മദീയർ അനുഷ്ഠിക്കുന്ന കർമ്മം. മുഹമ്മദീയർ അമുസ്ലിങ്ങളുമായി എപ്പോഴെങ്കിലും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ടോ എങ്കിൽ അത് അവരുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരമായി കാണുന്നതിനാൽ മാത്രമാണെന്ന് നമുക്ക് ബുഖാരിയുടെ 493 വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അവിശ്വാസികളുമായുള്ള മറ്റു സാമൂഹ്യ ബന്ധങ്ങൾ അവർക്ക് അസ്വീകാര്യമാണ്. ഇഫ്താർ വിരുന്നിൽ വെച്ച് മുഹമ്മദീയ വിശ്വാസത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചുമൊക്കെ സംവദിക്കാൻ അവർക്ക് അവസരം ലഭിക്കുമല്ലോ. അപ്പോൾ എന്തിനാണ് റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്നത്? അള്ളാഹുവാണ് സർവത്തിന്റെയും സൃഷ്ടാവ് എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ, അള്ളാഹുവിന്റെ പ്രീതി നേടാനും അള്ളാഹുവിൽ നിന്ന് പാപമോചനം നേടാനും, മതപരമായ ആ സമൂഹത്തിന്റെ പരസ്പര ബന്ധം ഉറപ്പിക്കാൻ. അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മറ്റാരെങ്കിലോ ഇഫ്താർ വിരുന്ന് നൽകുന്നത് എന്തിനാണ്? അത് നൽകുന്നവർ എന്താണ് ലക്ഷ്യമാക്കുന്നത്? അവർ അള്ളാഹുവിനെ ഏകദൈവമായി അംഗീകരിച്ചു എന്നാണോ? അതോ ആ സമൂഹവുമായി ബന്ധം ഊട്ടിയുറപ്പിക്കാനാണോ അങ്ങനെ ചെയ്യുന്നത്? റംസാനോടനുബന്ധിച്ച് നാസിക്കിലെ പള്ളിയിൽ നിസ്കരിക്കാൻ ഇടം കൊടുത്തപ്പോൾ ആസനം മധുബഹയ്ക്ക് നേരെ തിരിച്ച് നിസ്കരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവര് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ വെച്ച് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുവാനും ആഘോഷം നടത്തുവാനും ആർക്കെങ്കിലും ഇതുവരെ അനുമതി തന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും? ഇല്ല. എങ്കിൽ ക്രൈസ്തവരും വിശ്വാസം കോംപ്രമൈസ് ചെയ്യരുത്. മനുഷ്യർ തമ്മിൽ നിർബന്ധമായും സൗഹാർദ്ദം വേണം. പക്ഷേ വേറിട്ട് നിൽക്കുന്ന വിശ്വാസങ്ങൾ തമ്മിൽ വേറിട്ട് തന്നെ നിൽക്കട്ടെ. വികസനം പഠിക്കാൻ കേരളം BJP ഭരിക്കുന്ന ഗുജറാത്തിലേക്ക്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെയും നരേന്ദ്രമോദിയെയും BJPയെയും കുറ്റം പറയുന്ന കേരളത്തിലെ ഇടത് ഗവൺമെന്റ് ഇപ്പോൾ വികസനം പഠിക്കാൻ ചീഫ് സെക്രട്ടറിയെ അയച്ചത് തികച്ചും ഒരു വൈരുദ്ധ്യാത്മികതയാണ്. അമേരിക്കയെയും മുതലാളിത്തത്തെയും കുറ്റം പറഞ്ഞു നടന്നിരുന്ന പിണറായിയും കൂട്ടരും ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇടയ്ക്കിടെ വിമാനം കയറുന്നത് പോലെ തന്നെയാണ് ഇതും. എന്നാൽ ഈ വിഷയത്തിൽ UDF കുറയ്ക്കുന്നത് ആരും കാര്യമാക്കണ്ട. തീർച്ചയായും ഗുജറാത്തിലും നല്ല പദ്ധതികളും നടത്തിപ്പ് രീതികളും ഉണ്ടാകും. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അത് പഠിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ലോകത്തെ മറ്റ് രാജ്യങ്ങളിലും നടക്കുന്ന നല്ല നയങ്ങളും നിയമങ്ങളും പദ്ധതികളും ശ്രദ്ധിക്കാനും അതിൽ നിന്നുള്ള നല്ല പാഠങ്ങൾ പഠിക്കാനുമായി തന്നെ നമുക്ക് ഒരു സംവിധാനം വേണം. സാധിക്കുമ്പോഴെല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളുമൊക്കെ സന്ദർശിക്കണം. പറ്റുമെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലേക്കെങ്കിലും ഇടയ്ക്ക് ഒന്ന് പോയി വരുന്നത് നല്ലതാണ്. ഒരു കാലത്ത് കേരളത്തിലെ പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം ധാരാളമായി കണ്ടുവന്നിരുന്ന മലയാളികൾ പാണ്ടികൾ എന്ന് വിളിച്ചിരുന്ന തമിഴന്മാരെ ഇപ്പോൾ ഇവിടെ കാണാനേയില്ല.
എന്തുകൊണ്ടും ജീവിക്കാൻ പറ്റാത്ത ഇടമായി കേരളം മാറി എന്ന തിരിച്ചറിവും സ്വന്തം നാട്ടിൽ ഇതിലും അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്തപ്പോൾ തമിഴര് കേരളം വിട്ടുപോയി. പകരം ഒരു ഗതിയുമില്ലാത്ത ബംഗാളികൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. തമിഴ്നാടും 33 വർഷം തുടർച്ചയായി CPM ഭരിച്ച ബംഗാളും നമ്മുടെ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും പോയി കണ്ട് പഠിക്കുന്നത് നല്ലതാണ്. ഒരു നാട് എങ്ങനെ ഭരിക്കണമെന്ന്, എങ്ങനെ ഭരിക്കരുതെന്നും ഈ 2 സംസ്ഥാനങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇമ്മാനുവൽ മാക്രോൺ അങ്ങനെ വീണ്ടും പൊളിച്ചടുക്കി. തെരഞ്ഞെടുപ്പിൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന് ഇത് 2ാം ഊഴം. തീവ്ര വലതുപക്ഷ പാർട്ടിയെ പരാജയപ്പെടുത്തിയാണ് മാക്രോൺ അധികാരം നിലനിർത്തിയത്. 2 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് 2ാം തവണയും അധികാരത്തിൽ തുടരുന്നത്. തീവ്ര വലതുപക്ഷ നേതാവായ മറീൻ ലെ പെന്നിനെതിരെ 58% വോട്ട് നേടിയാണ് മാക്രോൺ വിജയിച്ചത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഫ്രാൻസിന്റെ പടിക്ക് പുറത്ത് നിർത്താൻ കഴിഞ്ഞതാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ വിജയരഹസ്യം. ഫ്രഞ്ച് ജനതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി: അഭയാർത്ഥികളായി വന്നവർ തങ്ങളുടെ സമാധാനം തകർക്കുമെന്ന്. പരിപാവനമായി തങ്ങളുടെ പിതാക്കന്മാർ കാത്തു സംരക്ഷിച്ചു പോന്നിരുന്ന നോത്രദാം കത്തീഡ്രൽ അടക്കമുള്ള ദേവാലയങ്ങൾ നശിപ്പിക്കുകയും സാമുവൽ പാറ്റിയെ പോലെയുള്ള ഗുരുക്കന്മാരെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയും വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജാക്കിസ് ഹാമൽ എന്ന വൃദ്ധ വൈദികനെ കഴുത്തറുത്ത് കൊല്ലുകയും ഫ്രാൻസിൻ്റെ തെരുവുകളെ കലാപകലുഷിതമാക്കുകയും ചെയ്ത ഇസ്ലാമിക തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്തിന് മാത്രമല്ല ലോകം മുഴുവനും ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഫ്രഞ്ച് ജനത തങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി വിനിയോഗിച്ചു. തീവ്ര വലതുപക്ഷ കക്ഷികളും ഈ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് നടത്തിയത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ കടുത്ത പ്രചരണവും വലതു കക്ഷികൾ നടത്തിയിരുന്നു. അങ്ങനെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഫ്രാൻസിൽ പിടിമുറുക്കുമെന്ന് ഉറപ്പായ സന്ദർഭത്തിലാണ് ഇമ്മാനുവൽ മാക്രോണിന് ഇപ്പോൾ തുടർഭരണം ലഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഇസ്ലാമിക കടന്നുകയറ്റങ്ങളോട് മൃദു സമീപനം പുലർത്തിയ മാക്രോൺ ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ കർശനമായി തിരിഞ്ഞത്. എന്തായാലും മാക്രോണിൻ്റെ 2ാം ഊഴം അദ്ദേഹത്തിന് മാത്രമല്ല യൂറോപ്പ് മുഴുവനും ഒരു സൂചനയാണ്. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ പിന്തുടർന്നാൽ തങ്ങളുടെ മണ്ണിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയും. ഇന്ത്യയിലെ കപട മതേതര പാർട്ടികളും നേതാക്കളും അണികളും ഫ്രാൻസിലേക്ക് നോക്കണം. ഇവിടെ ഇസ്ലാം തീവ്രവാദികളെ പ്രീണിപ്പിച്ചും വെള്ളപൂശിയും അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാക്രോണിൻ്റെ വിജയം കണ്ണു തുറന്ന് കാണണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, സുസ്ഥിതിയാണ്. അത് തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും, അത് ദൈവത്തിൻ്റെ പേരിലോ പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിലോ ഏതായാലും അവരെ പടിക്ക് പുറത്ത് നിർത്താൻ കഴിയണം. ഇതാണ് ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന പാഠം. ഈ ആഴ്ചയിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരു മഞ്ഞ പൈങ്കിളിക്കഥ വീണ് കിട്ടുകയുണ്ടായി. നടനും നിർമ്മാതാവുമായ വിജയബാബു ഏതോ ഒരു നടിയെ 1 മാസക്കാലം പീഡിപ്പിച്ചുവെന്നും ആ നടിക്ക് നീതി കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും തുടരുകയാണ്.
സിനിമാ നടീനടന്മാരുടെ പെണ്ണുപിടിയും ആഭാസ ജീവിതവും ചർച്ച ചെയ്ത് കളയാനുള്ളതല്ല നമ്മുടെ വിലപ്പെട്ട സമയം. ഇവിടെ നടീനടന്മാർ അഭിനയിച്ചാലും ഇല്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. എന്നാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കടക്കെണികളിൽപ്പെട്ട് കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ, ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്ന സംരംഭങ്ങൾ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇടപെട്ട് പൂട്ടിക്കെട്ടിക്കുമ്പോഴും, KCB, KSRTC പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്വമില്ലായ്മയും കൊണ്ട് നശിക്കുമ്പോഴും, അതൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ഏറെ ബാധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനും പരിഹരിക്കപ്പെടാനുമായി ധാരാളമുള്ളപ്പോൾ സിനിമക്കാരുടെ പേക്കൂത്തുകൾ ചർച്ച ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നാടിന് പ്രയോജനമുള്ളതും നാട്ടുകാർക്ക് ആവശ്യമുള്ളതുമായ വാർത്തകളുടെ വിശകലനങ്ങളുമായി ന്യൂസ് കാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.